ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം. നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തൊക്കെ വില കൊടുത്തും അവർക്ക് നിങ്ങളെ നേടിയെടുക്കണം. കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് ആൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് കാണുന്നത്. നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ്, അവർ നിങ്ങളെ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഫീല് കിട്ടുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവാം. ആ വ്യക്തിയുടെ ഓർമ്മകൾ ഇങ്ങനെ കൂടെ നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടാവാം. നിങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് വിഷമം വരുന്നുണ്ടാവാം. ഇടയ്ക്ക് എത്ര സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഡൗണായി പോകുന്നുണ്ടാവാം. കാരണം ഈ വ്യക്തി അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ആളുടെ ശ്രമം. ആൾ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ടവറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പെട്ടെന്ന് നിങ്ങളുടെ ബന്ധത്തിലൊരു തകർച്ച വന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. ഒരു ബന്ധത്തിൽ തന്നെ ഒരു തകർച്ച വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു പെട്ടെന്ന് നിങ്ങൾ പോലും അറിയാതെ അതാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. കാരണം ഒരിക്കലും നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായതായിട്ട് കാണുന്നുണ്ട്, ബ്രേക്കപ്പ് ആയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്ക് നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നത് തന്നെ. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളോ ആളോ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഈ ഒരു ബന്ധം ഈ ഒരു അവസ്ഥയിൽ കൂടി പോകുമെന്നുള്ളത്. അപ്പോൾ നിങ്ങളും ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടമായി എന്ന് വിചാരിക്കുന്നിടത്ത് ആ വ്യക്തിക്ക് അത് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാലും ആ വ്യക്തിക്ക് അങ്ങനെ വിചാരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് കാണുന്നത്. കാരണം അത്രത്തോളം സ്നേഹമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തുള്ളത് ഈ വ്യക്തിക്ക് കേട്ടോ. ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തുണ്ട് എന്നതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആൾ നിങ്ങളെ നേടിയെടുക്കാൻ തന്നെയാണ്. കണ്ടോ, ഇത് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്, ഏസ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അവർ ആക്ഷൻ എടുത്ത് കഴിഞ്ഞു നിങ്ങൾക്ക് വേണ്ടി. 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. കാരണം അവരുടെ ഫാമിലിയായിട്ട് അവരുടെ ഹസ്ബൻഡായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ആയിരിക്കും അവർ കാണുന്നത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ആയിരിക്കാം കാണുന്നത്. കാരണം അവർക്ക് നിങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കുന്നവരായിരിക്കാം, ഹസ്ബൻഡ് വൈഫായിരിക്കാം, നിങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കപ്പെടുന്നവരായിരിക്കാം. പക്ഷെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. എപ്പോഴും നിങ്ങൾ വേണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ആയിരിക്കും കേട്ടോ അവർ കാണുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ടാണ് എന്നതാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. 2 കപ്സിൻ്റെ എനർജിയാണ്. കണ്ടില്ലേ, അത്രത്തോളം സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. ഇതിൽ പരം നിങ്ങൾക്ക് ഇനി കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ ആൾ എങ്ങനെയായാലും എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചാലും ആൾക്ക് നിങ്ങളെ വേണം. അതിനുവേണ്ടി ആൾ ഏതറ്റം വരെ പോകാനും റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ആദ്യം തന്നെ കിട്ടിയത് മെജീഷ്യൻ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ആൾ നിങ്ങളെ നേടിയെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തന്നെയാണ് തീരുമാനം എന്നതാണ് കാണുന്നത്. കാരണം അവർക്ക് നിങ്ങൾ കൂടെയുള്ളപ്പോഴാണ് അവർ നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ പരിധിയിൽ നിർത്താനാണ് അവരിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള എനർജിയാണ്. കാരണം നിങ്ങളുടെ ഓർമ്മകൾ ആളെ പറ്റുന്നില്ല. ആൾക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആളിപ്പോൾ ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും അവർക്ക് നിങ്ങൾ വേണം. നിങ്ങൾ കൂടെ
ഉള്ളപ്പോഴാണ് അവരുടെ മനസ്സിന് ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി കണ്ടോ? അത്രത്തോളം നിങ്ങൾ അതുപോലെ കഴിഞ്ഞവരാണ്. സ്നേഹത്തോടെ, സന്തോഷത്തോടെ നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഉണ്ടായ സമയത്തൊക്കെ ആൾ എന്തുമാത്രം ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതാണ് ആൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നത്. പക്ഷെ എന്തോ ഒരു കാര്യത്താൽ നിങ്ങൾ തകർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ഓർമ്മകൾ ആളെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഈ വ്യക്തി കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ടെമ്പറൻസ് എനർജിയാണ്. ഇതൊരു സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ പെട്ടവരാണ് നിങ്ങളെന്നാണ് കാണുന്നത്. ആളിപ്പോൾ കാത്തിരിക്കുന്നു. എത്ര വേണമെങ്കിലും നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കിട്ടാനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അത്രത്തോളം ഫീലിങ്സാണ്. നിങ്ങൾ അത്രത്തോളം നല്ല രീതിയിൽ പോയിരുന്നൊരു കണക്ഷനാണ്. പക്ഷെ ഇന്ന് ഇതൊരു ടവറാണ് വന്നിരിക്കുന്നത്. ആ ഒരു തകർന്ന ഒരു സിറ്റുവേഷനിലാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, നിങ്ങളൊരിക്കലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഈ ബന്ധം ഇന്ന് ഇങ്ങനെ ആയി. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. അല്ല, ഇങ്ങനെ ആയാലും ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വഴിയായിരിക്കാം ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ബന്ധം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ബന്ധമല്ല ഇത്. രണ്ടുപേരും ഇതൊരിക്കലും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. രണ്ടുപേരും അതാണ് ഇതിൽ മെയിനായിട്ട് കാണുന്നത് കേട്ടോ. ഒരിക്കലും വിശ്വസിക്കാത്ത രണ്ടുപേരാണ്. നിങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഈ വ്യക്തി ഉണ്ടാകും എന്നുള്ള ചിന്തയിലാണ് ഇത്രയും നാൾ നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ അവിടെയാണ് നിങ്ങൾക്കൊരു ആ ഒരു തകർച്ച വന്നത്. നിങ്ങൾ തന്നെ ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ ഒരുപാട് മാസങ്ങൾ എടുത്തിട്ടുണ്ടാവാം. ഈ വ്യക്തിയായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ വേണം. അപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നേടിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനാണ്. നിങ്ങൾ ആ ഒരു ടവർ എന്ന് പറയുമ്പോൾ അത്രത്തോളം വേദനാജനകമായ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നേടിയെടുക്കാൻ തന്നെയാണ് തീരുമാനം കേട്ടോ. അപ്പോൾ ആൾക്ക് നിങ്ങളെ വിടാൻ ഉദ്ദേശമില്ല. ആൾക്ക് നിങ്ങളെ വേണം എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാം. ചില സാഹചര്യത്തിൽ പറയാൻ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം, തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഇത് സാധാരണ ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ട് കാണുന്നില്ല. ഇത് കാര്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ ബന്ധം രണ്ടായ ഒരു സ്ഥിതിയിലാണ് കാണുന്നത് കേട്ടോ. സാധാരണ ഒരു 2 ദിവസം പിണങ്ങി 3-ാമത്തെ ദിവസം മിണ്ടുന്ന ഇതല്ല എനിക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. ഇത് കാര്യമായിട്ട് നിങ്ങൾ തമ്മിൽ അകന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യമായിട്ട് ഇനി ഇല്ല എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ നേടിയെടുക്കാനായിട്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം, ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. 22 സ്റ്റുഡൻ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. പാലക്കാട്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, ഡാൻസ് അറിയുന്നവരായിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ. ഉത്രാടം, ബാങ്കിൽ ജോലിയുള്ളവർ, ലോയർ ആയിരിക്കാം. ജനുവരി മാസം ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത്. ജൂൺ മാസം അനിഴം, ലെറ്റർ ജെ. മാരേജ് കാണുന്നുണ്ട് കേട്ടോ. ഇതിൽ മാരേജിലേക്ക് എത്തും ഈ ബന്ധം. ചിത്തിര, നവംബർ 12, 15, 25, 40, 16. പിങ്ക് കളർ, ലെറ്റർ ടി ആണ്. 18, 21 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്